മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് പിരിച്ച തുകയുടെ കണക്കുകൾ പുറത്തുവിട്ട് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. ഭവന നിർമ്മാണത്തിനായി കോൺഗ്രസ് 6,43 ലക്ഷം രൂപയാണ് പിരിച്ചത്. ഇതിൽ 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് നൽകി. 2 ഘട്ടങ്ങളിലായി ഭൂമി വാങ്ങിയതിന് 6,18,00,000 രൂപ ചെലവായെന്നും KPCC പ്രസിഡന്റ് കണ്ണൂരിൽ പറഞ്ഞു. പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ടെടുത്ത ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് 5,38,21,632 രൂപയാണ്. ആദ്യഘട്ടത്തിൽ 3 ഏക്കർ 24.5 സെന്റ് ഭൂമി KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എൻ്റെ പേരിൽ 3,68,36,382 രൂപ മുടക്കി ആ സ്ഥലം വാങ്ങി. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് അത് 2 ഏക്കർ 18 സെന്റ് ഭൂമിയാണ്. അതിന് 2,50,30,272 രൂപ കൊടുത്തു. ഈ കൊടുത്ത സംഖ്യ കിട്ടിയത് കഴിച്ച് ഇതിനായിട്ട് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും പിരിച്ചത് തികയാതെ വന്നപ്പോൾ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ അധികമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. ഫണ്ട് കളക്ഷൻ ഇല്ല. ഇനി ഫണ്ട് കളക്ഷൻ ഇല്ല. കോൺഗ്രസ് പാർട്ടിയുടെ അതാ ഞാൻ പറഞ്ഞ തനത് ഫണ്ടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലാതെയുള്ള ഫണ്ട് ഉപയോഗിച്ച് AICCയുടെയും KPCCയുടെയും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ഞങ്ങൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കും. കോൺഗ്രസിന്റെ കണക്കുകൾ തട്ടിക്കൂട്ടിയതാണെന്ന ആരോപണവുമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് രംഗത്തെത്തി. പാർട്ടി ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ആവർത്തിച്ച് നുണ പറയുകയാണ്. എത്ര നുണകൾ പറഞ്ഞു. പിരിച്ച ഫണ്ട് മുഴുവൻ പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. 5 കോടിക്ക് സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് രേഖകൾ വന്നത്. 3,20,00,000 അങ്ങനെ മറ്റോ ആണെന്ന് തോന്നുന്നു. ഓരോ തവണയും കളവ് പറയുക. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ് ജയകുമാർ, CPIM ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വലിയ വിഷയമാക്കിയതാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള KPCCയുടെ ഭവന നിർമ്മാണ പദ്ധതി എങ്ങും എത്തിയില്ല എന്നത്. അതിൻ്റെ കണക്ക് പുറത്തുവിടുന്നില്ല. ഇനി എത്ര കാശുണ്ടെന്ന് പറയുന്നില്ല. എപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറയുന്നില്ല. അതാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാക്കിയത്. ഇപ്പോൾ ഒടുവിൽ KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഈ വിഷയത്തിലുള്ള കോൺഗ്രസിൻ്റെ കണക്ക് അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പിരിച്ച കാശിനേക്കാൾ അധികമായിട്ടുണ്ട് ഭൂമി വാങ്ങിയതിന് എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും അതിന്റെ നേതാക്കളെയും ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയം തന്നെയായിരുന്നു വയനാട് ദുരിതബാധിതർക്കായി പിരിച്ച ഫണ്ട് എവിടെ, കണക്കെവിടെ എന്നുള്ളത്. CPM അത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. നേതാക്കൾ ഇതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇത്രയും ദിവസം. എന്തായാലും ഇപ്പോൾ KPCC പ്രസിഡന്റ് ആ പിരിച്ച ഫണ്ടിന്റെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു. ആകെ ഏറ്റെടുത്ത ഭൂമി 5 ഏക്കർ 42 സെന്റ് സ്ഥലം എന്നാണ് KPCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 3 ഏക്കർ 24 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. ഇതിനായി 3,68,00,000 രൂപയാണ് ചെലവഴിച്ചത്. ഇത് വസ്തുവിന്റെ വില കൂടാതെ മുദ്രപത്രത്തിന്റെയും രജിസ്ട്രേഷന്റെയും ഡോക്യുമെന്റേഷന്റെയും അടക്കമുള്ള തുകയാണ് ഈ 3,68,00,000 രൂപ. ഈ രണ്ടാമതായി സ്ഥലം ഏറ്റെടുത്തത് 2 ഏക്കർ 18 സെന്റ് സ്ഥലമാണ്. ഇതിനായി 2,50,30,000 രൂപയാണ് ചെലവഴിച്ചത്. ഇതിന്റെ രജിസ്ട്രേഷനും ഒപ്പം തന്നെ ഡോക്യുമെന്റേഷന്റെയും പണം ഇനി അടയ്ക്കാനുണ്ട്. അതിന് ഏതാണ്ട് 73,90,000 രൂപ കൂടി വേണം. ഇത് കൂടാതെ ഈ പിരിച്ച ഫണ്ട് കൂടാതെ, അതായത് KPCC പിരിച്ച 5 കോടിയോളം രൂപ കൂടാതെ ഈ യൂത്ത് കോൺഗ്രസിന്റെ 1,05,00,000 രൂപയും കൂടി KPCCക്ക് നൽകിയിരുന്നു. ഏതാണ്ട് 6 കോടിക്ക് മുകളിലാണ് ഈ പിരിച്ച പണം. പക്ഷേ ഈ സ്ഥലം വാങ്ങിയതിൽ മാത്രം ഈ 6 കോടിക്കധികം രൂപ ചിലവായിട്ടുണ്ട്. ഇനി ഏതാണ്ട് 73 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാങ്ങിയ സ്ഥലത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ വാങ്ങിയ 2 ഏക്കർ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ അടക്കമുള്ളവ പൂർത്തിയാക്കാനാകും. ഇത് കൂടാതെ 97 ലക്ഷം രൂപ KPCC അവരുടെ തനത് ഫണ്ടിൽ നിന്ന് കൂടി ഈ വയനാട് ദുരിതബാധിതർക്കായുള്ള ഈ ടൗൺഷിപ്പ് ഈ വീട് നിർമ്മാണത്തിനായി നൽകിയിട്ടുണ്ടെന്നും KPCC പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുന്നത് ഇവർ പിരിച്ച പണം ഏതാണ്ട് 6 കോടിയോളം രൂപയുണ്ട്. ആ പണം പോലും ഇപ്പോൾ പണം
പോലും തികയാതെ വന്നിരിക്കുകയാണ്. ഈ സ്ഥലം പോലും പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. 130 വീടുകൾ വച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഒരു വീടിന് ഏതാണ്ട് 10 ലക്ഷം രൂപ കണക്കാക്കിയാൽ പോലും ഏതാണ്ട് ഇനി 13 കോടിയോളം രൂപ ഇനി അധികമായി കണ്ടെത്തേണ്ടതുണ്ട്. ആ പണം KPCCയുടെയും AICCയുടെയും തനത് ഫണ്ടിൽ നിന്ന് കണ്ടെത്തി ഉടനടി വീട് വെച്ച് നൽകും എന്നുള്ളതാണ് KPCC പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. എന്ന് വീട് വെച്ച് നൽകുമെന്ന് വ്യക്തമാക്കുന്നതിന് എന്തായാലും ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത് കണക്കിൽ മാത്രമാണ്. വി ദിലീപ് കുമാർ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് പിരിച്ച തുകയുടെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പക്ഷേ അപ്പോഴും വീട് എന്ന് പൂർത്തിയാകും എന്ന കാര്യത്തിൽ കോൺഗ്രസിനും വ്യക്തമായ മറുപടിയില്ല. വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.